ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അടുത്ത മാനസിക സമ്മർദ്ദം കൊണ്ടുണ്ടായതാ. ആ ഷോക്ക് എത്ര നേരം തുടരുമെന്നറിയില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ അല്പം സീരിയസാ. മതിയായില്ലോ നിനക്ക്. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? നിന്നെ വളർത്തി വലുതാക്കിയതിനുള്ള കൂലിയാണോ ഇത്? അല്ല, രാധികയും വരുണിനെ ഒന്നിപ്പിക്കുമെന്ന് പറഞ്ഞതിനുള്ള കൂലിയാ. എന്റെ ജീവിതത്തിൽ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ വീണു പോയിട്ടുണ്ട്. തളർന്നു വീഴുന്നത് വരെ അച്ഛൻ സംസാരിച്ചത് അമ്മ കേട്ടു നിന്നല്ലോ. അച്ഛന്റെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു പരിഗണനയുണ്ടോ? എന്നെ കുറിച്ച് അച്ഛന് വേദനയില്ലെങ്കിലേ അച്ഛനെ കുറിച്ച് എനിക്കും വേദനയില്ല. അമ്മേ, ഇവള് പറഞ്ഞത് കേട്ടില്ലേ? മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ദേവേട്ടനോട് സത്യസന്ധമായി ഇഷ്ടമുള്ളവര് മാത്രം ഇവിടെ നിന്നാ മതി. അവളോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറ. ഞാനെങ്ങനെയാ അവളോട് പറയുക? ഇത്രയും കാലം അമ്മ പറഞ്ഞതൊക്കെ അവള് ചെയ്തില്ലേ? അതുപോലെ അങ്ങ് പറയാനാ പറഞ്ഞത്. മകനോ പേരക്കുട്ടിയോ ആര് വേണമെങ്കിലും തമ്മിൽ തല്ലട്ടെ, ആര് വേണമെങ്കിലും തളർന്ന് വീണോട്ടെ. അമ്മയ്ക്ക് ജയം മാത്രം മതി, അല്ലേ അമ്മേ? കണ്ണു തുറക്കുന്ന മനുഷ്യനോട് ഇത്തിരി കനിവ് കാണിക്കണം, കേട്ടോ അമ്മേ? ഇന്ന് നമുക്ക് എവിടെയാ പോയണ്ടേ? എന്നോട് ചോദിക്കുന്ന എന്തിനാ? എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരാം. എങ്കിലേ നമുക്ക് വൈകുന്നേരം ഇറങ്ങാം. ഇവിടെ കുന്നിൻമുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. വൈകുന്നേരം ആ കുന്നിൻമുകളിൽ കയറി നിന്നാ നല്ല രസാ കാണാൻ. എനിക്ക് ഫിദാമരത്തിന്റെ കാര്യമൊക്കെ അത്ഭുത. ഈ വസ്ത്രം ഇട്ടുകൊണ്ട് എല്ലാ ഭഗവാന്മാരുടെ കാര്യവും അറിയാം. എല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. എവിടെയൊക്കെ അമ്പലം ഉണ്ടെന്നും ഏതൊക്കെ ദൈവങ്ങളാണെന്നും എല്ലാം അറിയാം. ഇതൊക്കെ എങ്ങനെ പറ്റുന്നേ? അത് കുഞ്ഞുനാൾ മുതൽ ഞാൻ ശീലിച്ചതല്ലേ. എന്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ പോവാനും അവരുടെ വിശ്വാസങ്ങൾ കാണാനും. പിന്നെ മോളെ കിട്ടിയപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തിയല്ലേ എന്റെ കൂടെ. അപ്പൊ പിന്നെ ഇതൊക്കെ അറിഞ്ഞില്ലേ പറ്റൂ.